ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഈ ഒരു നോമ്പിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ജ്യൂസ് അല്ലേ. നോമ്പ് തുറക്കുന്ന സമയത്ത് വേറെ എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വയറും മനസ്സൊക്കെ നിറയണമെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത ജ്യൂസാണ് അല്ലേ. ആ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം സ്ക്വാഷ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഓറഞ്ച് വെച്ചിട്ടാണ് ഈ ഒരു സ്ക്വാഷ് റെഡിയാക്കി എടുക്കുന്നത്. എളുപ്പമാണ് കേട്ടോ, അധികം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നോമ്പിന് മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിലും നാരങ്ങയില്ല ഫ്രൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു സ്ക്വാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസാക്കി റെഡിയാക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് അധികം തന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പുളിയുള്ള ഓറഞ്ചാണ്, കഴിക്കാൻ ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടൊന്ന് സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതാ ഞാനിതെല്ലാം ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചേർക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുരു മാക്സിമം നമ്മൾ പെടാതെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുരു പെട്ടെന്ന് കളയാൻ എളുപ്പമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ അല്ലി ആക്കിയാൽ കുരു കളയാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത ശേഷം പരമാവധി കുരുകളൊക്കെ കളയാൻ നോക്കുക. പിന്നെ നമ്മൾ കുരുവൊക്കെ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല കയ്പ്പായിരിക്കും കേട്ടോ നമ്മുടെ സ്ക്വാഷിന്. അപ്പോൾ അതുകൊണ്ടാണ് കുരു മാക്സിമം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്നാലും എടുത്ത് കളയുക. അപ്പോൾ ഞാനിത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം കൂടെ അരച്ചെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടെ അരിച്ചെടുക്കാം കേട്ടോ. വലിയ കണ്ണിലുള്ള അരിപ്പയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ജ്യൂസ് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുത്തുള്ളത്, കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതാ ഞാൻ 2 വട്ടം ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 ലിറ്ററിൻ്റെ ഒക്കെ അടുത്ത് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പാത്രത്തിലും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നോക്കാം കേട്ടോ. ഇളക്കി നോക്കാം, എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതാ ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു പഞ്ചസാര പോരാട്ടോ, നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മധുരം വേണം. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം പഞ്ചസാര ചേർക്കുന്നത്. ഞാനിപ്പോൾ ആ ഒരു പാത്രത്തിന് 2 പാത്രം പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ തിളപ്പിച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ഇതേപോലെ പത വരും. ഈ ഒരു പത എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരയിലുള്ള ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു പത നമ്മൾ ഇതേപോലെ തിളച്ച് വരുമ്പോൾ ഒരു കയ്യിൽ യൂസ് ചെയ്തിട്ട് നല്ലോണം കൂടി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ സ്ക്വാഷ് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ മേലെന്ന് ഇതേപോലെ കൂടെ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന പതയും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഓറഞ്ചിന് അത്യാവശ്യം നല്ല കളറുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന സമയത്തും കുറച്ചും കൂടി കളർ കൂടി വരും കേട്ടോ. കാരണം നമ്മൾ അരിച്ചെടുത്ത സമയത്ത് ഇത്രയും ഒരു മഞ്ഞ കളർ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനിതിലേക്ക് 1 കപ്പ് കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മധുരം വേണം, നമ്മൾ കുടിച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു നാരങ്ങ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നീരും കൂടി ഞാനിതിലേക്ക് ഒന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്ക്വാഷ് കൂടുതൽ കാലം കേടാവാതിരിക്കാനും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിത് നല്ലോണം തണുപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ചൂടൊക്കെ നല്ലോണം പോയ ശേഷം ഒരു ബോട്ടിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന സമയത്ത് നല്ല മഞ്ഞ കളറാണ് കേട്ടോ, പക്ഷെ അങ്ങനെയല്ല, നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ നമ്മളെ ജ്യൂസ്. ക്യാമറയിൽ ആ ഒരു ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ആ ഒരു കളറായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു കുപ്പി നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴാണ് ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യം, അപ്പോൾ ഇതിന്ന് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി കേട്ടോ. ഗസ്റ്റ് വീട്ടിൽ വരുന്ന സമയത്താണെങ്കിലും ഈ ഒരു നോമ്പിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്ക്വാഷാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.